والأخذ بالتجويد حتم لازم من لم يجود القرآن آثم لأنه به الإله أنزلا وهكذا منه إلينا وصلا. الحمد لله رب العالمين له الحمد الحسن والثناء الجميل وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه والتابعين لهم بإحسان إلى يوم الدين أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇൻഷാ അല്ലാഹ് നാം ഇന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചതിൻ്റെ തത്ബീഖാണ്, പ്രാക്ടിക്കൽ ലെസൺസ് ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം തജ്വീദ്, നമ്മൾ എന്തിനാണ് തജ്വീദ് പഠിക്കുന്നത്? ഖുർആൻ ഓതാനാണ്. നമ്മൾ കേവലം നൂൻ സാക്കിൻ ഇങ്ങനെയാണ്, തൻവീന് ശേഷം ഇങ്ങനെയാണ്, പിന്നെ ഇസ്തിആദ് ഇങ്ങനെയാണ്, തിയറി പഠിച്ചിട്ട് മാത്രം കാര്യമില്ല. രണ്ടും ജമഅ ചെയ്യണം. നദരീനും തത്ബീഖിനും ഒരുമിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മൾ ശരിക്കും പഠിച്ചെന്ന് പറയുക. എത്രത്തോളം എന്ന് വെച്ചാൽ ചില ഉലമാക്കൾ, ഇപ്പം നമ്മൾ സൗദിയിൽ ജീവിക്കുന്ന ഷെയ്ഖ് മാഹൽ ഖഹ്താനി, ഒരിക്കൽ നമ്മൾ അദ്ദേഹത്തെ കാണാൻ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശൈലി, അദ്ദേഹം തജ്വീദ് നിയമങ്ങൾ പഠിപ്പിക്കില്ല, തൽഖീനായിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുക. അതായത് ഓതിക്കൊടുക്കുന്നത് തജ്വീദിൻ്റെ ഒരു രീതിയായിരിക്കും. അതിൽ മദ് ഉണ്ടാവും, അതിൽ ഇഖ്ഫ ഉണ്ടാവും, ഗുന്ന ഉണ്ടാവും. അതായത് സഹാബാക്കളൊന്നും പഠിച്ച സമയത്ത് അവർ ഖുർആനെ അങ്ങനെയാണല്ലോ എടുത്തത്, അതേ രീതിയിലായിട്ട്. പക്ഷേ രണ്ടും ഖൈറാണ്. തയ്യും. അപ്പോൾ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ്, പിന്നെ അഹ്കാം നൂൻ സാക്കിൻ വ തൻവീനിൻ്റെ ഫസ്റ്റ് നിയമമായ അൽ ഇദ്ഹാർ. ഇദ്ഹാർ എന്താണ്? സാഹിബുന അത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വെളിവാക്കണം. എന്തിനു വെളിവാക്കണം? ഈ 6 അക്ഷരം വെളിവാക്കണം ആണോ? തൻവീന് വെളിവാക്കണം. തയ്യും. പേജ് നമ്പർ 3 എടുത്തോ? തയ്യും. നമ്മൾ പറഞ്ഞത് പിന്നെ സാക്കിന് നൂനോ അല്ലെങ്കിൽ തൻവീനോ അല്ല, 6 ഹുറൂഫുകൾ ഈ ജദ്വലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ എക്സാമ്പിൾസ് സ്ക്രീനിൽ വരും. ഫസ്റ്റ് ഹംസ അല്ലേ? ഹംസ നൂൻ സാക്കിനായിട്ടും ഒരു എക്സാമ്പിൾ ഉണ്ട്, തൻവീൻ്റെ കൂടിയും ഒരു എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ, അതായത് അതിൽ പിന്നെ നൂൻ സാക്കിൻ ഒരു കെലിമത്തിലുള്ള എക്സാമ്പിളും ഉണ്ട്, 2 കെലിമത്തിലുള്ള എക്സാമ്പിളും ഉണ്ട്, അതുപോലെ തന്നെ തൻവീനായിട്ടും ഉണ്ട്. തൻവീൻ 2 കെലിമത്തിൽ മാത്രമേ വരൂ, നൂൻ സാക്കിൻ 2ലും വരും. ഫസ്റ്റ് എന്താണ്? വയൻ ഔന. വയൻ ഔന നമ്മൾ നൂന വെളിവാക്കണം, പക്ഷേ ഗുന്ന സിയാദ ഉണ്ടാവാൻ പാടില്ല. ബിഗൈരി സിയാദത്തിൻ മിൻ ഗുന്ന, അതായത് നമ്മൾ വയൻ ഔന അങ്ങനെ ഓതാൻ പാടില്ല, വയൻ ഔന അങ്ങനെയും ഓതാൻ പാടില്ല. വയൻ ഔന, വയൻ ഔന. തയ്യും. മൻ ആമന, മൻ ആമന. ഇനി തൻവീനിൻ്റെ എക്സാമ്പിൾ ഹംസ ഉണ്ട്. വജന്നാത്തിൻ അൽഫാഫ. ഇനി ഹ. യൻഹൗന, യൻഹൗന. ഇൻ ഹുവ ഇല്ലാ ദിക്റ وكل قوم هاد أنعم الله, أنعم الله. എല്ലാത്തിനും ഷാഹിദ് പറയുന്നില്ല കേട്ടോ. എന്തെവിടെ നൂൻ സാക്കിനാണ് ഇവിടെ, എല്ലാത്തിനും നൂൻ സാക്ക് ശേഷം ഇന്ന് റൂൾ എന്താണെന്ന് പറയുന്നില്ല, ഇൻഡയറക്റ്റ് എക്സാമ്പിൾസ് പറയുന്നതായിരിക്കും കേട്ടോ. ഇൻ അലൈക ഇല്ലൽ ബലാഗ്, ഇൻ അലൈക ഇല്ലൽ ബലാഗ്. إن ربك حكيم عليم, إن ربك حكيم عليم, حكيم عليم. وتنحتون من حكيم. مختار كلير لا. إن الله كان عليما حكيما. فسينغضون, فسينغضون من غل. لغفور, لعفو غفور. المنخنقة من خير. إن الله عليم خبير. الحمد لله. നമ്മൾ ഇദ്ഹാറിൻ്റെ എക്സാമ്പിൾസ് ചെയ്തു. ഇതെല്ലാം ഖുർആനിൽ നിന്ന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഇത്ഖാന ചെയ്താൽ തന്നെ നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് നമുക്ക് എളുപ്പമുണ്ടാവും.
എല്ലാവർക്കും ഓന്ന സമയത്ത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ മിക്സ് ആയിട്ടല്ല തന്നിട്ടുള്ളത്, എക്സാമ്പിൾസ് എല്ലാം ഒന്നിൻ്റെ ഒന്നായിട്ടാണ്. അത് ക്ലിയർ അല്ല, സംശയമില്ലല്ലോ? അതെ, നമ്മൾ ഓരോ നൂനും തനുവിന് വെളിവാക്കിയാണ് ഉച്ചരിച്ചത്. സംശയം ഇൻഷാ അല്ലാഹ് ചോദിക്കണേ. തയ്യ്. ഇനി പേജ് നമ്പർ 5 നമ്മൾ ഇദ്ഗാം പറയുണ്ടായി. ഇദ്ഗാം ബിഗുന്നുണ്ട്, ബിലാഗുന്നുണ്ട്. ഇദ്ഗാം കാമിലുണ്ട്, നാഖിസ് ഉണ്ട്. ഹാറൂണായിരുന്നു ആ ചോദ്യത്തിൽ അന്ന് ചോദിച്ചതാണ്. മനസ്സിലായോ എന്താണ് ഇദ്ഗാം ബിഗുന്ന ബിലാഗുന്ന? പറയാൻ പറ്റുമോ? പറയാൻ പറ്റിയ അവസ്ഥയാണോ? എന്നാൽ പറ, എന്താണ് ബിഗുന്ന ബിലാഗുന്ന? അതിൻ്റെ ഹുറൂഫുകൾ എന്തെല്ലാണ്? നൂൻ വാവ് യാ ഉണ്ടാ? അതിനെന്താ പറയാ? ബിലാഗുന്ന. ഓക്കെ. ഇനി ഇദ്ഗാം കാമിലും നാഖിസും എന്താണ്? ഓർമ്മ ഉണ്ടോ? സംശയമുണ്ട്. ഓക്കെ. ആർക്കത് ക്ലിയറായി പറയാൻ പറ്റുക? ജാബിർ, നൗഫൽ, മുഖ്താർ, അഫ്ഷാൻ. അതായത് ക്യാമിലാവുന്ന സമയത്ത് ഈ ഇദ്ഗാം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഇദ്ഖാലിനാണ്. നമ്മൾ നൂൻ സാക്കിന്ന, അതായത് ഈ തൻവീനും നൂനാണല്ലോ, സാബിത്തല്ലാത്ത നൂനാണ്. ഇത് നൂൻ സാക്കിന് നമ്മളെന്താ ചെയ്യുന്നത്? അഫൻ സായിദായ നൂനാണ്, തൻവീനില്ല. ഈ രണ്ട് നൂൻ സാക്കിന് നമ്മളെന്താണ് ചെയ്യുന്നത്? ഇദ്ഗാമിൻ്റെ ഹുറൂഫുകൾ നമ്മൾ ഇദ്ഖാൽ ചെയ്ത് പ്രവേശിപ്പിക്കുന്നു. ഓക്കെ. ആ പ്രവേശിപ്പിക്കുന്ന രണ്ട് രീതിയുണ്ട്. ഒന്ന് പൂർണ്ണമായി പ്രവേശിപ്പിക്കും, അതായത് നൂൻ സാക്കിൻ്റെ ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല, ദാത്തും സിഫത്തും ഒന്നും ഉണ്ടാവില്ല. നാഖിസിൽ പിന്നെ ഗുന്ന എന്നുള്ള സിഫത്ത് ഉണ്ടാവും, അതാണ് വ്യത്യാസം. ഓക്കെ. അത് ഗുന്ന ബിലഗുന്നായിട്ട് ബന്ധമില്ല. ഓക്കെ. നമുക്ക് എക്സാമ്പിൾസ് പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് എക്സാമ്പിൾസിലേക്ക് കടക്കാം. അതായത് ഫസ്റ്റ് ബിഗുന്നൻ്റെ എക്സാമ്പിൾസ്. ഒന്ന് യ നൂൻ മീം വാവ് യൗമിൻ. ഫസ്റ്റ് എക്സാമ്പിൾ ഒന്ന് രണ്ട് കലിമത്തിൽ വരുന്നതും അതുപോലെ തൻവീൻ്റെയും. ഓക്കെ. യഖൂലൂന ഫമൻ യഅമൽ. ഇത് ശ്രദ്ധിച്ചോ? യഖൂലൂന ഫമൻ യഅമൽ, ഇത് നാഖിസാണ്. എന്തുകൊണ്ട്? കാരണം ഫസ്റ്റ് നൂൻ സാക്കിന് ശേഷം യാ വന്നു, സെക്കൻഡ് നൂൻ സാക്ക്, രണ്ടും യാ തന്നെയാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഗുന്ന ചെയ്യുന്നു. യാക്ക് ഗുന്ന ഉണ്ടോ? യാക്ക് ഗുന്ന ഉണ്ടോ? ഗുന്നത്തില്ല, പക്ഷെ നമ്മൾ ഗുന്ന ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തിനാണത്? യാക്ക് വെറും യാ പറയുമ്പോൾ ഗുന്ന ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. പക്ഷേ ഇവിടെ ഗുന്ന വരാൻ കാരണം എന്താണ്? നൂനിൻ്റെ. അതുകൊണ്ടാണ് നാഖിസ് എന്ന് പറയുന്നത്, പൂർണ്ണമായി വരുന്നില്ല. മനസ്സിലായില്ല? അതായത് പക്ഷേ ആ നൂൻ്റെ ഗുന്നത്ത് നമ്മൾ ഇദ്ഗാം ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായി ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ആ ഗുന്ന വരുന്നത്. ആ നൂൻ്റെ ഗുന്ന ബാക്കിയുണ്ട്, അതും നാഖിസ് എന്ന് പറയുന്നത്. കാമിലായിട്ടുണ്ടെങ്കിൽ ആ നൂനിൻ്റെ ഒന്നും ബാക്കി ഉണ്ടാവില്ല. ഇപ്പോൾ ഹാറൂൺ ക്ലിയർ ആണോ? ഒന്നുമില്ല. യഖൂലൂന മൻ യഅമൽ, നമ്മൾ നൂന് പറയുന്നില്ല, പക്ഷേ നൂൻ്റെ ഗുന്നത്തുണ്ട് യാ. മൻ യഅമൽ മൻ യഅമൽ യഖൂലൂന ഒരേപോലെ തന്നെ യാലേക്ക് പ്രവേശിപ്പിക്കുന്നു, അതിൻ്റെ കൂടെ നൂൻ്റെ ഗുന്നത്തുണ്ട്. ഇത് നാഖിസ്. എന്തുകൊണ്ട്? കാരണം നൂന് പൂർണ്ണമായി പ്രവേശിപ്പിച്ചിട്ടില്ല. ക്യാമിൽ ഗുന്നത്തുണ്ട്, പക്ഷേ ഈ നൂൻ്റെ ഗുന്നത്തായിരിക്കില്ല, അതിൻ്റെ അപ്പുറത്ത് പിന്നെ മുതുകം ഫീൻ്റെ ആയിരിക്കും. ഏതിലാണോ വന്നത് അതിൻ്റെ ആയിരിക്കും ഉണ്ടാവുക, അതിൻ്റെ നൂൻ്റെ മീമിൻ്റെ ആയിരിക്കും. തയ്യബ്. ഖൈറയ്യറ, ഒരാൾ ഇപ്പം ഇത് ശ്രദ്ധിക്കാം. ഇപ്പം ഖൈറയ്യറ, ഖൈറയ്യറ കറക്റ്റാണോ? മുഖ്താറിന് സംശയമുണ്ട്. അല്ല, ഒരു മുഖ്താർ മാത്രം ഉത്തരം പറയാം. യോദ ഖൈറയ്യറ, ഖൈറയ്യറ. എന്തുകൊണ്ട്? നൂനല്ല, നൂൻ്റെ സിഫത്ത് ഗുന്ന വന്നിട്ടില്ല. ക്യാമിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ ഇത് നാഖിസാണ്, നൂന് അതിൻ്റെ സിഫത്ത്. ഖൈറയ്യറ, ഖൈറയ്യറ. ഓക്കെ അല്ല? അതേ നമ്മൾ എക്സാമ്പിൾസ് പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവുക. ഇനി നെക്സ്റ്റ് നൂൻ്റെ
ഇന്നഖൂലു ഇതെന്താണ്? ക്യാമിൽ നാഖിസാണോ? ക്യാമിൽ. പക്ഷെ എന്തിൻ്റെ നൂന വന്നത്? മലികൻ നുഖാതിൽ അല്ല, എല്ലാത്തിലും ഇങ്ങനെ പറയണ്ടല്ലോ, വായിക്കല്ലേ. മിമ്മ ഫീ കിതാബിൻ മക്നൂൻ മിനല്ലാഹി മിൻ വലി. ഇത് ശ്രദ്ധിക്കണേ, പൊതുവെ ആൾക്കാർ ഇവിടെ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നതാണ്. മ്യൂ പറയണം. ഇവിടെ ഇത് ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇദ്ഗാമിൽ നമ്മൾ ഈ നൂനെ പൂർണ്ണമായും വാവിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ടാണ്. മ്യൂവലി പൂർണ്ണമായി പറയുമ്പോൾ ക്യാമലല്ല ഉദ്ദേശിക്കുന്നത്, വാവിനെ നൂലേക്ക് പ്രവേശിപ്പിക്കുന്നു. നമ്മൾ വാവ പറയുന്നത്, പക്ഷെ അതിനൂടെ ഇതുണ്ട്. മ്യൂവലി അല്ല, പക്ഷെ ഇഖ്ഫ അലി നമ്മൾ പൂർണ്ണമായി പ്രവേശിപ്പിക്കുന്നില്ല. ആ രണ്ടാമത് മഖ്റജിൻ്റെ അടുത്താണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മറ്റേ ഹർഫ് പറയാത്തത്. ഇവിടെ നമ്മൾ വാവ് ഓൾറെഡി പറയുന്നുണ്ട്. മ്യൂവലി മനസ്സിലായില്ല? അതാണ് രണ്ടൊരു വ്യത്യാസം. ഒന്ന് മറ്റേ മഖ്റജിൻ്റെ അടുത്തോട്ട് പോകും ഇഖ്ഫയിലേക്ക്. ഫാൻ്റെ അടുത്തേക്ക് വന്നു, പക്ഷെ ഫാ എന്ന് പറയും അങ്ങനെ പറയുന്നില്ലല്ലോ. അതിൻ്റെ അടുത്തേക്ക് പോകുന്നേ ഉള്ളൂ. തയ്യ് വലിയ്യും വലാ നസീർ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ റൂള് മാത്രമല്ല നമ്മൾ പറയുന്ന രീതിയും. വലിയ്യും വലാ നസീർ. ഹാറൂൺ എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിക്കണം, നമ്മൾ മലയാളത്തിലും വാവുണ്ട്, വാ എന്ന് പറയില്ല. അപ്പം നമ്മൾ മലയാളം പറയുന്നതിൽ വാ എന്ന് പറയുന്നത് വാ വലിയൂ എന്ന് പറയാൻ പാടില്ല. വലിയൂ സീറല്ല, സ്വാദല്ല, നസീർ. ജാബിർ പറഞ്ഞിട്ട് സ്വാദ് കുറച്ചൊരു പ്രശ്നമുണ്ട്. നസീർ എന്നാ പറയുന്നത്, സ്വീന്നാക്കുന്നത്, അങ്ങനെ പറഞ്ഞില്ല. നസീർ വലിയും വലാ നസീർ. ഹെവി ആക്കണം, പക്ഷേ ചുണ്ട് ഷഫത്തിന് അതിൻ്റെ മഖ്റജിലല്ല. ഇൻഷാല്ലാ നെക്സ്റ്റ് മഖ്റജ് പറയുമ്പോൾ കുറച്ചുകൂടി നമ്മളിവിടെ തശ്ദീദ് കാര്യമില്ല. തൈ അപ്പം ഇദ്ഗാം ബിഗുന്നൻ്റെ എക്സാമ്പിൾസ് നമ്മൾ 4 നോക്കി, തൻവീൻ നോക്കി, നൂൻ സാക്കിൻ നോക്കി. ഇനി ലാം റ. തൈ ولكن لا يشعرون هدى للمتقين كلوا من رزق ربكم لرؤوف رحيم. ഇവിടെ ولكن لا يشعرون ഇദ്ഗാം നാഖിസ് അല്ലേ മുഖ്താര? വലാക്കിൻ ലാ യശ്ഉറൂൻ എന്താണ്? ഇദ്ഗാം ചിന്തിച്ച് പറഞ്ഞാൽ മതി, പുറത്തുനിന്ന് ആൾക്കാർ നിങ്ങൾക്കൊന്നും പറയണ്ട. ഒരു കിന്നിലെ ഒരു നൂൻ്റെ ശബ്ദം വരുന്നില്ല. അപ്പം എന്താണ്? നാക്കിസാണോ ക്യാമിലാണോ? ക്യാമിൽ. മാഷാ അല്ലാഹ് തബാറക. അപ്പം അത് ക്ലിയർ ആയില്ല? ആയോ? ഇനി ഇത് നിങ്ങൾ ഖുർആൻ ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ പിന്നെ ഇദ്ഗാമും പൂർണ്ണമേ പറഞ്ഞു, ഇദ്ഹാറും പറഞ്ഞു. ഇനി ഖുർആൻ ഓതുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിരുദം ഉണ്ടാവണം കേട്ടോ. ഖുർആൻ ഓതുന്നത് ഹിഫ്ള് വേറെ, ഖുർആൻ നോക്കി ഓതുന്ന വേറെ, നിർബന്ധമായിട്ടും ഉണ്ടാവണം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നോക്കി ഓതുന്നത് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഓതുന്നല്ല, ഒരു ജുസോ അര ജുസോ ഓതുന്നല്ല. നിങ്ങൾ ക്വാളിറ്റിയാണ് ഉണ്ടാവേണ്ടത്. ഒരു സഫയാലും പ്രശ്നമില്ല. പക്ഷെ അത് ഇപ്പോൾ നിങ്ങൾ അര ജുസിന് ഇപ്പോൾ 10 മിനിറ്റ് ആണെങ്കിൽ, 10 ഇപ്പോൾ ഒരു 15-20 മിനിറ്റ്സ് എടുക്കുന്നത് വിചാരിച്ചു. 20 മിനിറ്റ്സ് കൊണ്ട് അര ജ്യൂസ് ആണെങ്കിൽ ഈ 2 പേജ് നമ്മൾ 20 മിനിറ്റ്സ് എടുക്കണം ഓതാൻ. ഉദ്ദേശിക്കുന്നത് കിട്ടാണ്ടായി പോകണമെന്നല്ല, അത് ഓരോന്നും നമ്മൾ അതവിടെ വളരെ എന്താ പറയുക ഹുദുവായിട്ട് വളരെ സ്ലോലി കറക്റ്റ് ഓരോ നിയമം നമുക്ക് മനസ്സിൽ. ഇവിടെ നമ്മൾ നോക്കി, ഇവിടെ ഇദ്ഹാറാണ്, ഇവിടെ ഇദ്ഗാമാണ്, ഇവിടെ ഇഖ്ഫ ആണ്, ഇവിടെ ഇഖ്ലാബാണ്, ഇവിടെ ഇങ്ങനെയാണ്, അങ്ങനെ കറക്റ്റ് നമുക്ക് മനസ്സിലാവണം. തയ്യും നമ്മൾ പിന്നെ ഇദ്ഗാം പൂർണ്ണമായില്ല. എത്ര മിനിറ്റ്? 14. തമ്മിൽ നമുക്ക് ഇൻഷാല്ലാ ഇന്ന് അവസാനിപ്പിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇഖ്ലാബും ഇഖ്ഫയും നോക്കാം ഇൻഷാല്ലാ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.